ഈ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഇമേജ് ഓഫ് കർവ്സ് ആണ്. അതായത് ഒരു ഫംഗ്ഷൻസ്, കുറെ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് പ്ലെയിനിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു എന്താണ്, ഇൻപുട്ട് പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ കർവുകളെ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് പ്ലെയിനിൽ വേറെ പല കർവ്സിന്റെ ഫോംസ് നമുക്ക് അവിടെ കിട്ടും. ഒരു സർക്കിൾ ഇൻപുട്ട് ചെയ്താൽ ചിലപ്പോൾ ലൈൻ കിട്ടും, അതുപോലെ ലൈൻ ഇൻപുട്ട് ചെയ്താൽ ചിലപ്പോൾ പരാബോളയായിട്ട് മാറും. അപ്പൊ അങ്ങനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന കർവ് ഈ പറഞ്ഞിരിക്കുന്ന f(z) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഈ കർവിനെ ഡീഫോം ചെയ്യും, അല്ലെങ്കിൽ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ കിട്ടും, ഔട്ട്പുട്ട് പ്ലെയിനിൽ കിട്ടും. ഇത്തരത്തിലുള്ള മാപ്പിങ്ങിന്റെ ഇമേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാ ഫംഗ്ഷനും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇമേജസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങളുടെ സിലബസിൽ പറയുന്നത് 4 പ്രത്യേകതരം ഫംഗ്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് f(z)(z²), രണ്ടാമത്തെ e⁻z, മൂന്നാമത്തത് 1/z, നാലാമത്തത് sin z. ഓക്കെ, സിമ്പിൾ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന z², e⁻z ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് കുറച്ച് ഐഡിയ പറഞ്ഞുതരാം. ആ ഐഡിയ ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണത്തിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഭാഗത്തുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റിയൽ പാർട്ട് അതുപോലെ ഇമാജിനറി പാർട്ട് രണ്ടും കണ്ടുപിടിക്കാം. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ കർവ്, ഒന്നിക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ പരാബോള ആയിരിക്കാം, അല്ലെങ്കിൽ സർക്കിൾ ആയിരിക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഫോം ആയിരിക്കും തരാം. അപ്പൊ സപ്പോസ് x = a എന്ന് പറഞ്ഞാൽ എന്താ, x = a എന്ന് പറഞ്ഞാല് നമ്മുടെ y ആക്സിസിന് പാരലൽ ആയിട്ട് a എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ലൈനാണെന്ത്, x = a. അതുപോലെ y = b എന്ന് പറഞ്ഞാലോ, y ആക്സിസിന് പാരലൽ ആയിട്ട് y = b എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി, സോറി, x ആക്സിസിന് പാരലൽ ആയിട്ട് y = b എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ലൈൻ ആണെന്ത്, y = b എന്ന് പറയുന്നത്. അതുപോലെ y = x എന്ന് പറഞ്ഞാലോ, y = x എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മളെ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന 45 ഡിഗ്രി ആംഗിൾ x ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ലൈൻ ആണത് y = x എന്ന് പറയുന്ന ലൈൻ. അപ്പൊ ഇങ്ങനെ ഓരോ ലൈൻസ് ആയിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ലൈൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പരാബോള തരാം. അപ്പൊ ഈ പരാബോള ഒക്കെ തന്നു കഴിഞ്ഞാല് അത് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ പരാബോളന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത റിയൽ പാർട്ടിലും ഇമാജിനറി പാർട്ടിലും ആ കർവിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന 2 വേരിയബിൾസ് ആണ് ഉണ്ടാവുക, അല്ലെ, എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ റിയൽ പാർട്ടിലും ഇമാജിനറി പാർട്ടിലും, അല്ലെങ്കിൽ യുലും ബിയിലും എന്തൊക്കെ ഉണ്ടാവും, എക്സും ഉണ്ടാവും വൈയും ഉണ്ടാവും, അല്ലെ. നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ, കർവിന്റെ ഇക്വേഷനാ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എന്നുള്ളൊരു ഫോമിലേക്ക്, എക്സിനെ ഒന്നിക്കൽ ഫംഗ്ഷൻ ഓഫ് വൈയുടെ ഫോമിലോ അല്ലെങ്കിൽ വൈയുടെ ഒന്നിക്കൽ ഫംഗ്ഷൻ ഓഫ് എക്സിന്റെ ഫോമിലോ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ വൈയുടെ വാല്യൂ നമ്മളെ റിയൽ പാർട്ടിലും ഇമാജിനറി പാർട്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും വൈ എന്ന വേരിയബിൾ അവിടെ പോയിട്ടുണ്ടാവും. ഓക്കെ, അത് റെഡ്യൂസ് ആയി പോയിട്ടുണ്ടാവും. ദെൻ നമുക്ക് വേണ്ടത് എന്താ, അവിടെ ഉള്ളത് എക്സ് എന്ന് പറയുന്ന അൺനോൺ ആണ്. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന അൺനോണിനെ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പറഞ്ഞിരിക്കുന്ന f(z)ന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളെ അൺനോൺ ആയിട്ടുള്ള വേരിയബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷനിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ ഫംഗ്ഷൻസിനും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളെ സിലബസിൽ പ്രത്യേകമായിട്ട് 4 ഫംഗ്ഷൻസ് എടുത്ത് പറഞ്ഞത് കൊണ്ട് അത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഈ രൂപത്തിലുണ്ടാവാം, ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ലൈൻ x equal to some c. Find the image of the line x equal to c under the mapping. Under the mapping എന്ന് വരാം, under the transformation എന്ന് വരാം, under the function എന്ന് വരാം. മൂന്നും തന്നെയാണ്, ഒരേ മീനിങ് തന്നെയാണ്. മാപ്പിംഗ് വന്നാലും നമ്മളെ ട്രാൻസ്ഫോർമേഷൻ വന്നാലും അതുപോലെ ഫംഗ്ഷൻ വന്നാലും. ഓക്കെ, under the mapping f of z equal to z². ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യും നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന നേരത്തെ സ്റ്റെപ്സ് മനസ്സിലുണ്ടാവണം. ആദ്യം ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. f of z equal to
സെഡ് സ്ക്വയർ. പിന്നെ നമ്മൾ എന്താ ചെയ്യാം, ഇമേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇമേജിന്റെ ഇക്വേഷൻ ഏതിന്റെ ഫോമിൽ ഉണ്ടാവുക, എക്സിന്റെയോ വൈയുടെയോ ഫോമിലാണ് ഇമേജ് നമുക്ക് തരാം. അപ്പൊ ആ എക്സിന്റെയോ വൈയുടെയോ ഫോമിലുള്ള ഇമേജിനെ നമുക്ക് എഫ് ഓഫ് സെറ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സെറ്റിൽ എന്ത് വരണം, എക്സും വൈയും വരണം. എഫ് ഓഫ് സെറ്റിൽ എക്സും വൈയും വരിക എന്നുള്ള മീനിങ് എന്താ, എഫ് ഓഫ് സെറ്റിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ ഈ മൊഡ്യൂളിൽ ആദ്യം മുതലേ പഠിക്കുന്ന മെത്തേഡ് എന്താ, z equal to x plus iy എന്നുള്ളത് ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ x plus iy ഹോൾ സ്ക്വയർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഡയറക്റ്റ് അറിയുന്നതാണെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം. ദെൻ ഇതിനെ a plus b ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ, സിംപ്ലിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല, x സ്ക്വയർ പ്ലസ് 2 into x into iy പ്ലസ് iy ഹോൾ സ്ക്വയർ. iy ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ i സ്ക്വയർ എന്ന് എന്താവും, -1 ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അതിനുശേഷം i ഇല്ലാതെ നമുക്ക് ഒരുമിച്ചെടുക്കാം. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് i into 2x. ഓക്കെ, അപ്പൊ നമ്മൾ u എന്ന് പറയുന്നത്, അതായത് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അതുപോലെ v is equal to imaginary part of f of z, that is equal to 2xy ആണ്. ഓക്കെ, ഇത്ര വരെ നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തായാലും, അതായത് ഏത് ലൈനിന്റെ ഇമേജ് കാണാൻ പറഞ്ഞാലും ഇക്വേഷൻ എന്തോ ആവട്ടെ, അല്ലെങ്കിൽ പരാബോള ആവട്ടെ, എന്തോ കർവാവട്ടെ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ആണെങ്കിൽ ഇത്ര വരെയുള്ള സ്റ്റെപ്പ് എപ്പോഴും എന്തായിരിക്കും, ഒരുപോലെ. കാരണം എന്താ, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും സെറ്റ് സ്ക്വയറിന്റെ എപ്പോഴും എന്ത് തന്നെയാണ്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും. അതുപോലെ എഫ് ഓഫ് സെറ്റിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താ, 2xy ആണ്, നമുക്ക് അറിയുന്നത്. ഓക്കെ, സോ യു വി കിട്ടിക്കഴിഞ്ഞാല് ഇനി ഞാൻ ചെയ്യുന്നത്, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന കർവിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ +2 പഠിച്ച 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ പരാബോള പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ജനറൽ ആയിട്ടുള്ള പരാബോള എന്ന് പറയുന്നത് എന്താ, y സ്ക്വയർ ഈക്വൽ ടു 4ax അല്ലെങ്കിൽ x സ്ക്വയർ ഈക്വൽ ടു 4ay, അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് ആയിട്ട് വരുന്ന 4 ക്വാഡ്രന്റ് റൈറ്റ് ഓപ്പൺ ലെഫ്റ്റ് ഓപ്പൺ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കുറെ 4 ടൈപ്പ് പരാബോളാസ് ഉണ്ട്. അത് പക്ഷെ അതിന്റെ ഒക്കെ എന്താണ്, അതിന്റെ ഒക്കെ സെന്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒറിജിനെ ബേസ് ചെയ്തിട്ടാണ് ആ പരാബോളാസ് ഒക്കെ നമ്മൾ വരക്കാം. ഓക്കെ, അപ്പൊ ഒറിജിൻ ഷിഫ്റ്റ് ആവുന്ന സമയത്ത് പരാബോളയിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇവിടെ കർവിന്റെ ഫോമിൽ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അറിയാത്തവരാണെങ്കിൽ ശരിക്കും പഠിച്ചു വെക്കാം. y സ്ക്വയർ ഈക്വൽ ടു 4c സ്ക്വയർ. സി എന്ന് പറഞ്ഞാൽ സം കോൺസ്റ്റന്റ് എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. 1 ആവാം, 2 ആവാം, 3 ആവാം, എന്ത് വേണമെങ്കിലും വരാം. ദെൻ ജനറൽ ആയിട്ട് വേണമെങ്കിൽ a എന്ന് വിളിക്കാം. a എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ 4a സ്ക്വയർ ഇൻറ്റു അതേ കോൺസ്റ്റന്റ് ഇവിടെ എന്താണുള്ളത് അത് തന്നെ ഇൻസൈഡ് വരണം, അല്ലെങ്കിൽ അത് പരാബോളയല്ല, അതുകൂടി മനസ്സിലാക്കുക. സോ 4a സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ മൈനസ് x ആണ്. അപ്പൊ y സ്ക്വയർ ഈക്വൽ ടു 4a സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ a സ്ക്വയർ മൈനസ് x സ്ക്വയർ. ഇത് ഏത് ടൈപ്പ് പരാബോളന്റെയാണ്, അതായത് ഒറിജിൻ അല്ല ഇതിന്റെ എന്ത് ഫോക്കസ് എന്ന് പറയുന്ന സംഭവം, അല്ല വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്തല്ല, ഒറിജിൻ അല്ല. വെർട്ടെക്സ് ഒറിജിൻ അല്ലാത്ത പരാബോളാസ് ആണ് എന്ത് ഞാനിപ്പോ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ അത് 2 രീതിയിൽ വരാം, ഒന്നിക്കൽ ലെഫ്റ്റ് ഓപ്പൺ അല്ലെങ്കിൽ റൈറ്റ് ഓപ്പൺ ആണ്. ഇവിടെ ഈ രൂപത്തിലാണ് ഇക്വേഷൻ എങ്കിൽ, മൈനസ് ഫോമിലാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് ഓപ്പൺ ആയിരിക്കും. അങ്ങനെ തന്നെ പഠിച്ചു നോക്കാം, കാരണം ഇമേജ് നമുക്ക് വരക്കാനുണ്ടാവും, അതുകൊണ്ടാണ് സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ y സ്ക്വയർ ഈക്വൽ ടു 4a സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ മൈനസ് x സ്ക്വയർ ഫോമിൽ വന്നാൽ ഏത് സൈഡ്, ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള പരാബോളാസ് ആണ് കിട്ടുക. അതുപോലെ y സ്ക്വയർ ഈക്വൽ ടു 4k സ്ക്വയർ, അഗൈൻ വേറൊരു കോൺസ്റ്റന്റ്, ഇൻറ്റു k സ്ക്വയർ തന്നെ പ്ലസ് x ആണെങ്കിൽ, നെഗറ്റീവ് x അല്ല, പ്ലസ് x ആണെങ്കിൽ ഏത് രൂപത്തിൽ വരും, റൈറ്റ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള പരാബോളാസ് ആയിരിക്കും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന് വൈക്കും എക്സിനും വരെ അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരും, വൈക്കും എക്സിനും അങ്ങോട്ടേക്ക് മാറി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പർ സൈഡ്, അതായത് മുകളിലോട്ടേക്ക് ഓപ്പൺ ആയിട്ടുള്ളത് ഇതെന്താ, ലോവർ ഹാഫിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന പരാബോളാസ് ആയിരിക്കും കിട്ടുക. നമുക്ക് അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കാം. ഇനി ഇത് രണ്ടും നമ്മളെ ഇക്വേഷൻ ആണ്, ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇനി നമ്മള് ഇമേജ് എഫ് ഓഫ് സെറ്റിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ z സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മള് x = c എന്ന് പറയുന്ന ലൈൻ, x = c എന്ന് പറയുന്ന ലൈൻ എവിടെ ഉണ്ടാവാം, ഞാൻ നേരത്തെ പറഞ്ഞു. x = c എന്ന് പറഞ്ഞാൽ x കോൺസ്റ്റന്റ് y വേരി ചെയ്യാം, എന്ന് വെച്ചാൽ
എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടി വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വരക്കുന്ന ലൈനാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ലൈൻ. സോ അത് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ് കാരണമാണ് എന്താണ് ഇമേജ് ഓഫ് എക്സ് ഈക്വൽ ടു സി. അപ്പൊ ഇമേജ് ഓഫ് എക്സ് ഈക്വൽ ടു സി കൊടുക്കണമെങ്കിൽ കാണണമെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും, ആ ഇക്വേഷൻ യൂസ് ചെയ്യണമല്ലോ. ആ ഇക്വേഷൻ ആണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു അങ്ങനെ എടുക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു സി ഇൻ ഇക്വേഷൻ 1 and 2 എന്ത് വരും, യു ഇസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു സി കൊടുത്താല് സി സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിട്ട് മാറും ഏത് നമ്മുടെ ഇക്വേഷൻ 1. അതുപോലെ വി ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, വി ഇസ് ഈക്വൽ ടു 2 into c into y. ഓക്കെ, അപ്പോ നമ്മുടെ ഇൻപുട്ട് പ്ലെയിൻ എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക, ഇൻപുട്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിൻ ആണ്. അതുകൊണ്ടാണ് അവിടെ കൊടുക്കുന്ന ഇക്വേഷനിൽ എക്സും വൈയും ഒക്കെ വരുന്നത് അല്ല. ഇനി ഇത് ഔട്ട്പുട്ട് പ്ലെയിനിലേക്ക് വരുമ്പോൾ നമ്മള് ഔട്ട്പുട്ട് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താ, എക്സ് ആക്സിന് പകരം വരുന്ന ആക്സിസ് ആണ് ഇത് യു ആക്സിസ്. അതുപോലെ വൈ ആക്സിന് പകരം വരുന്നതാണ് വി ആക്സിസ്. അപ്പൊ ഇവിടെ നമുക്കൊരു കർവ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാൽ മതി, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കിട്ടിയാൽ മതി. ഇവിടെ കിട്ടണമെങ്കിലോ, ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയൽ ആക്സിസ് ഇമാജിനറി ആക്സിസും യുവും വിയും ആണ്. അപ്പോ യുവും വിയും മാത്രമുള്ള റിലേഷൻ ആയിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഔട്ട്പുട്ട് പ്ലെയിനിൽ നമുക്ക് കർവ് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നോക്കാം, യു ഉണ്ട് വി ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന യു വി ഒരുമിച്ചാക്കാൻ എന്തെങ്കിലും പറയുമോ, സെക്കൻഡ് ആകട്ടെ. യു കിട്ടി, യു എങ്ങനെ കിട്ടിയത്, എക്സ് ഈക്വൽ ടു സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ വിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിക്ക് നമുക്ക് 2c y എന്ന് പറയുന്നത് വാല്യൂ കിട്ടി. ഇനി ഞങ്ങൾക്ക് വേണ്ടത് യുവും വിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. അങ്ങനെ കണ്ടുപിടിക്കാം. നോക്കാം, നമുക്ക് യു എന്തായാലും വേണം, വി എന്തായാലും വേണം. എന്തായാലും നമുക്ക് ഔട്ട്പുട്ട് പ്ലെയിനിൽ അല്ലെങ്കിൽ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും. അനാവശ്യമായിട്ട് വരുന്നൊരു സാധനമാണ് എന്താ, വൈ. വൈ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഡബ്ല്യു പ്ലെയിനിന്റെ വൈയിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഡബ്ല്യു പ്ലെയിനിൽ എന്താണ്, വൈക്ക് പകരം വി ആണ്, അതുപോലെ എക്സിന് പകരം യു ആണ്. ആ രീതിയിൽ ആലോചിക്കുക. ഇത് പകരം എന്നുള്ളത് നേരെ ആദ്യം വായിച്ചിട്ട് മറ്റേ വാല്യൂ കൊടുക്കുക എന്നുള്ളതല്ല മീൻ ചെയ്യുന്നത്. പക്ഷെ തൽക്കാലം ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ആ രീതിയിൽ ആലോചിക്കാം. ഓക്കെ, സോ ഈ വൈയെ നമുക്ക് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യണം. എന്താ വഴി, താഴെ അതായത് രണ്ടാമത്തെ ഇക്വേഷന് ഈ വൈ ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, വി ബൈ 2c കിട്ടൂലേ. അതിവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈ അവിടെ എലിമിനേറ്റ് ആവില്ലേ, എന്ത് ഇൻട്രൊഡ്യൂസ് ആവുകയും ചെയ്യും. വി എന്ത് ചെയ്യും, യുവിലുള്ള ഒരു ഇക്വേഷനിൽ കിട്ടുകയും ചെയ്യും. അത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ റിലേഷൻ ആയി. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയ പ്രോസസ്സാണ്. സോ അതാണ് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടാൻ നോക്കാം. സോ ഇതിന് വേണമെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ 3 എന്ന് എടുക്കാം, ഇക്വേഷൻ 4 എന്ന് എടുക്കാം. അപ്പൊ ഇക്വേഷൻ 4 എന്ന് നമുക്ക് കിട്ടുന്നു y is equal to എന്ത് കിട്ടി, v by 2c. 2c യില് c ഒരിക്കലും 0 ആവില്ല, കാരണം c 0 ആയി കഴിഞ്ഞാൽ v കംപ്ലീറ്റ് ആയിട്ട് 0 ആവും. ഫംഗ്ഷൻ എന്തില്ല, ആ രീതിയിലല്ല നമ്മൾ എടുക്കുക. ഡയറക്റ്റ് ആയിട്ട് വേറൊരു മെത്തേഡിലാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. c നോട്ട് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യാം. അതായത് ആൻസർ ഉണ്ടാവും. ഓക്കെ, സോ y ഈക്വൽ ടു 2c ഇൻ ഇക്വേഷൻ 3 എന്താ വരിക, അവിടെ u ഈക്വൽ ടു സി സ്ക്വയർ എന്നാണ് അല്ലെ. സി സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് പകരം വി ബൈ 2c ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യാം. എന്ത് വരും, സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ 4c സ്ക്വയർ എന്ന് വരും ആണല്ലോ. ഡൺ. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് യു വിയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടാം. ഇത് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇതെന്ത് ഫോമാണ് ഏത് ഫോമാണെന്ന് പ്രത്യേകം പറയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പൊ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, സോ യു ഇസ് ഈക്വൽ ടു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്ത് വരും, സി സ്ക്വയർ ഇൻറ്റു 4c സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ 4c സ്ക്വയർ. ഈ 4c സ്ക്വയർ ഇപ്പുറത്തേക്ക് എടുക്കാം. സോ 4c സ്ക്വയർ ഇസ് ഈക്വൽ ടു 4c സ്ക്വയർ ഇൻറ്റു c സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നെഗറ്റീവ് വി സ്ക്വയറിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക, LHSലേക്ക് എടുക്കുക. ഈ 4c സ്ക്വയർ ഇൻറ്റു എന്തുണ്ടാവും, യു ഇൻറ്റു 4c സ്ക്വയറിനെ നമ്മൾ RHSലേക്ക് എടുക്കുന്നു. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വി സ്ക്വയർ ഇപ്പോൾ വരുമ്പോൾ പോസിറ്റീവ്. ഇവിടെ 4c സ്ക്വയർ ഇൻറ്റു c സ്ക്വയർ മൈനസ് എന്ത് വരും, യു ഇൻറ്റു 4c സ്ക്വയർ. ഇനി എന്ത് കോമൺ ആണ്, 4c സ്ക്വയർ കോമൺ ആണല്ലോ അല്ലെ. സോ 4c സ്ക്വയർ കോമൺ ആവുന്നത് കൊണ്ട് നമുക്ക് അത് അങ്ങ് പുറത്തെടുക്കാം. സോ 4c സ്ക്വയർ ഇൻറ്റു c സ്ക്വയർ മൈനസ് യു. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്,
v square equal to 4c square into c square minus u. കമ്പയർ ചെയ്യാം. എന്താണത്? x square equal to 4a square into a square minus x square എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? അവിടെ ലെഫ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള പരാബോളയാണ്. ഇവിടെ എന്താ വ്യത്യാസം വരുന്നുള്ളൂ? നമ്മുടെ w പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് y ഈക്വൽ ടു v യും അതുപോലെ x ഈക്വൽ ടു എന്താണ്? u ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജ് ഏത് രൂപത്തിൽ വന്നു? ഇതൊരു പരാബോളയാണ്. പരാബോള എന്താണ്? എവിടെ ഓപ്പൺ ആയിട്ടുള്ളത്? ലെഫ്റ്റ് ഓപ്പൺ. നമുക്ക് കിട്ടുക ലെഫ്റ്റ് ഓപ്പൺ പരാബോളയാണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള പരാബോളയാണ്. നമുക്ക് എന്ത് കൊടുക്കുമ്പോൾ കിട്ടിയത്? എക്സ് ഈക്വൽ ടു സി കൊടുക്കുമ്പോൾ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നതിന്റെ ഇമേജ് ഈ പറഞ്ഞ സംഭവമാണ്. അപ്പൊ അത് ആ ഇമേജ് നമ്മൾ എങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്യാം? മാപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റാൻ പോകുന്നത്. അപ്പൊ നോക്കാം, ഇതാണ് എന്റെ ഇൻപുട്ട് പ്ലെയിൻ, ഇതാണ് എന്റെ ഔട്ട്പുട്ട് പ്ലെയിൻ. ഇത് z പ്ലെയിൻ, ഇത് w പ്ലെയിൻ. ഓക്കെ, ദെൻ x ഈക്വൽ ടു c എന്നുള്ളത് പറഞ്ഞു. അപ്പൊ x ഈക്വൽ ടു c എവിടെ വേണമെങ്കിലും വരാം, കൺഫ്യൂഷൻ ആവരുത്. ഞാൻ എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ തന്നെ വരയ്ക്കുന്നത് ഒരു കുഴപ്പമില്ല. ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിലും വരാം. c എന്ന് പറയുന്നത് എന്താ? either പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണ്. എവിടെ വേണമെങ്കിലും വരാം, നോ പ്രോബ്ലം. സോ ലെഫ്റ്റ് സൈഡിൽ വന്നാലും റൈറ്റ് സൈഡിൽ വന്നാലും ഇമേജിന് എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പൊ ഇമേജ് എന്താണ്? ലെഫ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു പരാബോളയാണ്. അതിന്റെ വേർട്ടെക്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സീനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ സിക്ക് കുറച്ച് വാല്യൂസ് കൊടുക്കുകയാണ്. ഇതിപ്പം ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇനി സപ്പോസ് ക്വസ്റ്റ്യൻ വരുന്നത് വേറൊരു രീതിയിലാണെന്ന് വിചാരിക്കാം. അതായത് എക്സിന് പകരം സപ്പോസ് 1 ആണെന്ന് വിചാരിക്കാം. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനിന്റെ ഇമേജ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? കമ്പയർ ചെയ്യാം. എക്സ് ഈക്വൽ ടു സി ആണെങ്കിൽ എന്താ? ഇതാണ് സംഭവം. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? v സ്ക്വയർ ഈക്വൽ ടു 4 into 1 മൈനസ് u ആണല്ലോ. ഇവിടെ v 0 ആവുന്ന പോയിന്റ് ഏതാ? v 0 ആവാതെ വന്നാലാണ് നമ്മൾ എന്ത് u ആക്സിസ്. അപ്പോ v 0 ആവണമെങ്കിൽ 1 മൈനസ് u 0 ആവണം. എന്ന് വെച്ചാൽ u എന്താവണം? u 1 ആവണം. ഓക്കെ, അപ്പോ ഇവിടെ x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനിന്റെ ഇമേജ് വരിക. x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ, ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? u ഈക്വൽ ടു 1 വരുന്ന, അല്ലെങ്കിൽ u ഈക്വൽ ടു 1 എവിടെയാണ്? സോ അവിടുന്ന് അവിടെ വെർട്ടെക്സ് ആയിട്ട് വരുന്ന ഒരു പരാബോള. ഇതാണ് നമ്മുടെ v സ്ക്വയർ ഈക്വൽ ടു 4 into 1 മൈനസ് u എന്ന് പറയുന്ന പരാബോള. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്നത് x ഈക്വൽ ടു 1/2 ആണെങ്കിലോ? x ഈക്വൽ ടു 1/2 ആണെങ്കിൽ v സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 into 1/4 into 1/4 മൈനസ് u എന്ത് വരും? നമുക്ക് u is equal to 1/4 എന്ന് വരും. അതായത് 1/4 എന്ന് പറയുന്ന പോയിന്റ് u എന്ന് പറയുന്നത് എക്സ് ആക്സിസ് പോലെ തന്നെ കൺസിഡർ ചെയ്യണം കേട്ടോ. വേറെ വലിയ കൺഫ്യൂഷൻ ആവശ്യമില്ല, എക്സ് പോലെ തന്നെ കൺസിഡർ ചെയ്യാം. സോ ഈ പറഞ്ഞിരിക്കുന്ന 1/4 ലെഫ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പരാബോളയാണ് നമ്മൾ എന്ത് x equal to 1/2 വരുമ്പോൾ കിട്ടുന്ന ഇമേജ്. ഈ പറഞ്ഞിരിക്കുന്ന ഇമേജസ് ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. നമ്മളിപ്പോ ജനറൽ ആയിട്ട് x equal to c ആണ് ഞാനിപ്പോ ചെയ്തിട്ട് ഇവിടെ കിട്ടിയത്. x equal to 1 വരുമ്പോൾ 2 വരുമ്പോൾ 3 വരുമ്പോൾ എന്താണെന്നുള്ളത് ഇതേപോലെ പ്രൊസീഡ് ചെയ്യാം. അവിടെ x equal to എടുക്കുന്ന വാല്യൂ സിക്ക് വരെ എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. ഇത് അങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. x equal to 1 കാണാൻ പറഞ്ഞാല് നേരത്തെ ചെയ്ത പോലെ സിക്ക് പകരം 1 അസ്യൂം ചെയ്തിട്ട് ഈ പറഞ്ഞ സ്റ്റെപ്പ് ഒക്കെ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അതിന്റെ വൈഡ് ഇമേജ് ഈ പറഞ്ഞിരിക്കുന്ന ബന്ധപ്പെട്ടിട്ട് ഒരു ഇമേജ് കൂടി നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. അതിന്റെ ബാക്കി സിംപ്ലിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യാം. അങ്ങനെയാണ് തുടങ്ങേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇമേജ് ഓഫ് y equal to k. Okay, the constant under the mapping f of z is equal to z square. Same mapping, answer എന്താ? നേരത്തെ പോലെ തന്നെ ആദ്യം f of z എടുക്കുക, z square എടുക്കുക, അതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ x square minus y square into I into 2xy. So u is equal to എന്ത് കിട്ടും? x square minus y square. അവിടെ ഫംഗ്ഷൻ f of z ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റെപ്പ് എന്താണ്? റിപ്പീറ്റ് ആണ്. സോ 2xy. ഇനിയുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ?
y ഈക്വൽ ടു കെ ആണ്. സോ അതിന്റെ ഇമേജ് ആണ്. സോ y ഈക്വൽ ടു കെ എന്നുള്ളത് എന്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇക്വേഷൻ 1 2 കൊടുക്കാം. സോ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ, അതുപോലെ v is equal to 2 into x into k. നേരത്തെ ചെയ്ത പോലെ തന്നെ കെയുടെ വാല്യൂ എന്ത് ചെയ്യാം? ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കെ സ്ക്വയറിന് പകരം വാല്യൂ കൊടുക്കുക. ആ വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഏതൊരു രൂപത്തിലേക്ക് എത്താം? എക്സിന്റെ വാല്യൂ, സോ എക്സ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ? എക്സ് ഈക്വൽ ടു വി ബൈ 2k. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ u is equal to v by 2k whole square മൈനസ് കെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് റൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു പരാബോളയാണ് കിട്ടുക. അതായത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4k സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് യു എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, അത് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന സിംപ്ലിഫിക്കേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4k സ്ക്വയർ ഇപ്പം വരും. അങ്ങോട്ട് ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്താൽ ഈ സംഭവത്തിലേക്ക് എത്തും. ഓക്കെ, ഇത്രയാണ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആയി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇത് സിമ്പിൾ ആയതുകൊണ്ടാണ്, സെയിം ഇതായതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലേക്ക് പോയത്. ഇനി അതല്ല, ഇത് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇമേജ് of the circle mod z equal to r under the mapping f of z is equal to z square. Okay, ഇത് എങ്ങനെ ചെയ്യാം? നേരത്തെ പോലെ തന്നെ f of z equal to എന്ത് വരും? z square, that is equal to x square minus y square plus I into 2xy. സിംപ്ലിഫൈ ചെയ്യാം. ദെൻ ഇത്ര കിട്ടിയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യണം? ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പ്രൊസീഡ് ചെയ്യുന്ന പോലെ പ്രൊസീഡ് ചെയ്താലുള്ള പ്രശ്നം ആലോചിക്കാം. മോഡ് സെഡ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് എന്തിന്റെ ഫോമിലാണ്? ജനറൽ ആയിട്ടുള്ള സർക്കിൾ ഇക്വേഷൻ ആണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു അല്ല, മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ സെഡ് നോട്ട് സെന്ററും ആർ റേഡിയസും ഉള്ള ഒരു സർക്കിൾ ആണ് ആണല്ലോ. അപ്പോ അങ്ങനെ ഒരു സർക്കിള് ഏത് ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളത്? പോളാർ ഫോമിലാണ്. പോളാർ ഫോമിൽ ഇമേജ് തന്നാൽ അതിന്റെ പോളാർ ഫോമിൽ ഇൻപുട്ട് തന്നാൽ അതിന്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് എന്ത് തന്നെ യൂസ് ചെയ്യണം? പോളാർ ഫോം തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ് സ്ക്വയറും വൈ സ്ക്വയറും എടുത്താൽ നിങ്ങൾക്ക് ഇത് രണ്ടും കണക്ട് ചെയ്യാൻ ഒരു റിലേഷനും കിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. തന്നിരിക്കുന്നത് കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ മീൻസ് എക്സ് ഓർ വൈ ഫോമിലുള്ള ഇമേജസ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് സെഡിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എക്സ് വൈയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് ചെയ്യാം. അതല്ല, തന്നിരിക്കുന്നത് പോളാർ ഫോമിലാണെങ്കിൽ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട ഇമേജും ഏത് രൂപത്തിൽ തന്നെ ആയിരിക്കണം? നമ്മള് പോളാർ ഫോമിലാണ്. അതെങ്ങനെയാണെന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. കുറച്ചൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൊരു പ്രോബ്ലം ആണ്. പക്ഷെ അതിനെ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആണ്. നോക്കാം. അപ്പൊ അതിനു മുന്നേ ഒരു കാര്യം മനസ്സിലാക്കുക. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഏത് കേസിലായിരിക്കും? കാർട്ടീഷ്യൻ ഫോമില്. പോളാർ ഫോമില് സെഡ് ഈക്വൽ ടു എന്താണ്? ആർ ഇ റേസ് ടു ഐ തീറ്റ. ഓക്കെ, കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അങ്ങനെ പഠിച്ചു വെച്ചേക്കാം. കാരണം ഇവിടെ മാത്രമല്ല, ഇതിനേക്കാളും ഇമ്പോർട്ടൻസ് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ നല്ലോണം വരുന്നുണ്ട്. അടുത്ത 2 മൊഡ്യൂൾസിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കൺവേർഷൻ കൃത്യമായിട്ട് വേണം. ഓക്കെ, അപ്പൊ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ കാർട്ടീഷ്യൻ ഫോം ആണ്. അല്ല എങ്കിൽ അത് പോളാർ ഫോമിലാണെങ്കിൽ സെഡ് ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും? ആർ ഇ പവർ ഐ തീറ്റ. മനസ്സിലായി? അങ്ങനെ തന്നെ ഉറപ്പിച്ചേക്കാം. ഓക്കെ, സോ നമ്മള് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ അല്ല. കാർട്ടീഷ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് പ്ലസ് ഐ വൈ കൊടുക്കും. പോളാർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോളാർ ആണെങ്കിൽ എന്താ? സെഡ് ഈക്വൽ ടു ആർ ഇ പവർ ഐ തീറ്റ. ഡിസ്റ്റൻസ് കൊടുത്താൽ പോരെ. ആർ ഇ പവർ ഐ തീറ്റ ഹോൾ സ്ക്വയർ. ഇതെന്താ സാധനം? ആർ സ്ക്വയർ ഇ പവർ ഐ തീറ്റ ഹോൾ സ്ക്വയർ എന്നാണ്. എന്താ ഇ പവർ ഐ തീറ്റ ഹോൾ സ്ക്വയർ? ഡയറക്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇ പവർ ഐ തീറ്റ ഇൻറ്റു ഇ പവർ ഐ തീറ്റ ആണല്ലോ. ഇ പവർ ഐ തീറ്റ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പൊ ഇ പവർ ഐ തീറ്റ ഇൻറ്റു ഇ പവർ ഐ തീറ്റ എ പവർ എം ഇൻറ്റു എ പവർ എൻ, എ പവർ എം പ്ലസ് എൻ. സോ ഇ പവർ ഐ തീറ്റ പ്ലസ് ഇ പവർ ഐ തീറ്റ എന്താവും? ഇ പവർ 2i തീറ്റ. ഓക്കെ, സോ ഡയറക്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഇത് നമുക്ക് അറിയേണ്ടതാണ്, ജനറൽ ആയിട്ട് പഠിച്ചേക്കാം. ഇ പവർ ഐ തീറ്റ ഹോൾ പവർ എൻ ഇസ് ഈക്വൽ ടു ഇ പവർ ഐ എൻ തീറ്റ. ഞാൻ ഇത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. സോ ഇ പവർ ഐ ഇൻറ്റു 2 തീറ്റ. ഞാൻ ആലോചിക്കാം, ആർ എന്ന് പറഞ്ഞ സംഖ്യയാണ്, ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ ആയിട്ട് വരുന്ന സംഖ്യ, അതിൽ ഞാൻ ക്യാപിറ്റൽ ആർ എന്ന് വിളിച്ചു. ഈ പവർ നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഐ ഇൻറ്റു 2 തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ഒരു ആംഗിൾ ആണ്. 2 തീറ്റ എന്ത് തന്നെയാണ്? അതിന്റെ ഡബിൾ ആയിട്ട് വരുന്ന ഒരു ആംഗിൾ അല്ല. അതിന് ഞാൻ സപ്പോസ് 5 എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. ഇനി കമ്പയർ ചെയ്യാം, സെറ്റ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്? സർക്കിളിന്റെ ഇക്വേഷനിൽ വരുന്ന കേസാണ് സെറ്റ് ഈക്വൽ ടു ആർ ഇ പവർ ഐ തീറ്റ. അതേപോലെ തന്നെയുള്ള ഒരു ഫോമിലുള്ളത്. പക്ഷെ വ്യത്യാസം എന്താ? ഇൻപുട്ട് ചെയ്യുന്ന സർക്കിളിന്റെ റേഡിയസ് ആർ ആണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ റേഡിയസ് എത്രയാവും? ആർ സ്ക്വയർ ആവും. ഓക്കെ, എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇതാണ് നമ്മള് ഒരു സെമി സർക്കിൾ ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് വിചാരിക്കാം. സെമി സർക്കിളിന്റെ റേഡിയസ് സപ്പോസ് 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 2 റേഡിയസ് ഉള്ള സെമി സർക്കിൾ ഇൻപുട്ട് ചെയ്താല് 2 എന്താവും? 2 സ്ക്വയർ മീൻസ് 4 ആണ്. ഓക്കെ, സെമി സർക്കിളിന്റെ ആംഗിൾ എത്ര വരെ വേരി ചെയ്യുന്നു? തീറ്റ ഈക്വൽ ടു 0 മുതൽ ഇങ്ങനെ പോയി തീറ്റ ഈക്വൽ ടു പൈ വരെയാണ് വേരി ചെയ്യുക. ഇവിടെ എന്താവും? സെമി സർക്കിൾ ഇൻപുട്ട് ചെയ്താല് തീറ്റ ഇവിടെ 45 ആവുമ്പം ഇവിടെ 2 ഇൻറ്റു 45 എത്ര വരെ വരും? 90 ഡിഗ്രി. ഇവിടെ ഇപ്പുറം വരുന്ന സമയത്ത് ഈ ഒരു ചെറിയൊരു ആംഗിൾ ഇത്ര വരെയുള്ള ആംഗിൾ വരുമ്പോൾ അതെന്തായിട്ട് മാറും? ജസ്റ്റ് ഇവിടുന്ന് നേരെ ഡബിൾ ആവും. ഓക്കെ, ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ഒരു ഫുൾ സർക്കിൾ നമുക്ക് ഇവിടെ കിട്ടും. അതായത് ഒരു സെമി സർക്കിള് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയറിലേക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഏത് രൂപത്തിലാണ്? കംപ്ലീറ്റ് സർക്കിളാണ്, ഫുൾ സർക്കിളാണ്. ഓക്കെ, അപ്പൊ മോഡ് സെഡ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന സർക്കിളിന്റെ ഇമേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആർ ഇ പവർ ഐ തീറ്റ എന്ന് പറയുന്ന സർക്കിൾ തന്നെയാണ്. അപ്പോ സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ ഒരു സർക്കിൾ ഇൻപുട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താ അത്? റേഡിയസ് ഇൻപുട്ട് ചെയ്യുന്ന സർക്കിളിനെക്കാളും സ്ക്വയർ ആയിരിക്കും. അതുപോലെ ആംഗിള് തീറ്റയാണെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നത് തീറ്റയാണെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുന്ന സർക്കിളിന്റെ വേരിയേഷൻ എവിടെയായിരിക്കും? തീറ്റ ഫോമിലായിരിക്കില്ല, 2 തീറ്റ ഫോമിലായിരിക്കും. ഇരട്ടിയിൽ വെച്ചിട്ട് വേരി ചെയ്യും. എന്ന് വെച്ചാൽ ഫുൾ സർക്കിളാണ് കൊടുക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് സർക്കിൾ തന്നെ വരാം. ഓക്കെ, കാരണം ഒരു സർക്കിൾ ഇത്ര വരെ പോയി വീണ്ടും അതിന്റെ മുകളിൽ തന്നെ ഒരു സർക്കിൾ കൂടി വരച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇമേജ് നോക്കുന്ന ഒരാൾക്ക് തന്നെ അറിയാം, സർക്കിൾ തന്നെ. Find the image of the line y equal to k under the mapping f of z equal to e power z. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇ പവർ സെറ്റിന്റെ മോഡ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മോഡ് എന്ന് പറഞ്ഞാൽ ഇ പവർ എക്സ് ആണ്. അപ്പോ നമ്മുടെ മാപ്പിംഗ് y equal to k എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ, ഓക്കെ, y equal to k എന്ന് പറയുന്ന കർവ് ആണെങ്കിൽ ഇതിന്റെ മാപ്പിംഗ് നമ്മൾ എങ്ങനെ ചെയ്യാം? ആലോചിച്ചോ. y കോൺസ്റ്റന്റ് ആണ്. y എന്ന് പറഞ്ഞാൽ എന്താ? y എന്ന് പറഞ്ഞാൽ നമ്മള് എക്സ് ആക്സിസിൽ നമ്മൾ ഈ രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ y ഫിക്സഡ് ആവുന്ന സമയത്ത് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ആംഗിൾ എന്ത് ചെയ്യാം? y ഫിക്സ് ആവുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇ പവർ സെറ്റിന്റെ മോഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇ പവർ എക്സ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ y ഫിക്സഡ് ആണെങ്കിൽ അല്ലെങ്കിൽ y കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എക്സ് അവിടെ വേരി ചെയ്യുന്നുണ്ടാവും അല്ലെ? എക്സ് വേരി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? മോഡ് സെറ്റ് ഈക്വൽ ടു ഇ പവർ എക്സ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ ആണ്. മീൻസ് നമുക്ക് എന്താണ് കിട്ടുക? ഇമേജ് എടുക്കുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള ലൈൻസ് ആണ് നമുക്ക് എന്തിന്റെ ഇമേജ് ആയിട്ട് വരിക? y equal to k ഈ പവർ സെറ്റില് y equal to k എന്ന് പറയുന്നതിന്റെ ഇമേജ് ആയിട്ട് ആംഗിൾ ഫിക്സ് ചെയ്ത കുറെ ലൈൻസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ മൂന്നാമത്തെ മാപ്പിംഗ് ആണ്. ഇ പവർ സെറ്റിന്റെ ഒരു പർട്ടിക്കുലർ കേസ് ആയിട്ടുള്ള റീജിയന്റെ മാപ്പിംഗിലാണ് കുറെ കൂടി ഇമ്പോർട്ടൻസ് വരുന്നത്. അത് അന്നേരം വരുമ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. തൽക്കാലം ഇപ്പൊ ഞാൻ റീജിയൻ എടുക്കുന്നില്ല, റീജിയന്റെ കേസ് അല്ല.
കർവിന്റെ കേസ് മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നത് 1/z. ഓക്കെ, അപ്പൊ 1/z എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/z-ന് രണ്ട് രീതിയിൽ നമുക്ക് ഇമേജസ് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് ആദ്യം അതിന്റെ മാപ്പിംഗ് ഏത് രൂപത്തിലാണ് വരിക എന്ന് മനസ്സിലാവുക. പോളാർ ഫോമിലാണെങ്കിൽ എന്താ സംഭവിക്കുക? പോളാർ ഫോമിൽ സപ്പോസ് ഞാൻ r(e⁻i⁻θ) എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണ് ഞാൻ f(z) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്താ കിട്ടാം? 1/r(e⁻i⁻θ) that is 1/r into e⁻(-i⁻θ) that means 1/r into e⁻i into (-θ) എന്ന് വെച്ചാൽ r(e⁻i⁻θ) എന്ന് പറയുന്ന ഒരു സർക്കിള് ഞാൻ ഇവിടെ ഇൻപുട്ട് ചെയ്താൽ 1/z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എനിക്ക് തരുന്നതും എന്ത് തന്നെയാണ്? നമ്മളെ റേഡിയസ് 1/r ഉം തീറ്റ, അതായത് ഇൻപുട്ട് ചെയ്യുന്നത് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആണെങ്കിൽ, പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എന്താ? പോസിറ്റീവ് ആണ്. അങ്ങനെ ഒരു സർക്കിൾ ആണ് ഇവിടെ തരുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന എന്താ? റേഡിയസ് ഇതിപ്പം 4 ആണെങ്കിൽ ഇവിടെ എന്താവും? റേഡിയസ് 2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. കിട്ടുന്നത് എന്ത് തന്നെയാണ്? സർക്കിൾ തന്നെയാണ്, പക്ഷെ ഓറിയന്റേഷൻ എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് ക്ലോക്ക് വൈസ് ആണ്. ഇനി ക്ലോക്ക് വൈസിലുള്ളതാണ് തരുന്നതെങ്കിൽ ഇവിടെ എന്താ? ആന്റി ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ് ആയിട്ട് വരുന്ന സർക്കിൾ. ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് 1/z മാപ്പിംഗ് പറയുന്ന സമയത്ത് സർക്കിൾ ഇൻപുട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു സർക്കിൾ തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ ഏത് കേസ് കണ്ടു? z² സർക്കിൾ ഇൻപുട്ട് ചെയ്താൽ റേഡിയസ് സ്ക്വയർ ആവുകയും അതുപോലെ അതിലെ ആംഗിൾ വേരിയേഷൻ എന്താവുന്നു? സാധാരണ തീറ്റ ആണെങ്കിൽ അതിന്റെ നേരെ ഡബിൾ 2θ ഫോമിലാണ് എന്തിൽ വേരി ചെയ്യാം? നമ്മുടെ ഔട്ട്പുട്ടിൽ വേരി ചെയ്യാം. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ജനറൽ ആയിട്ട് ഇതായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് റീജിയൻ വെച്ചിട്ട് മാപ്പ് ചെയ്യാനാണ്. അതാണ് എക്സാമിന് ചോദിക്കുക. അപ്പൊ റീജിയൻ വരുമ്പോൾ എങ്ങനെയാണ് കർവുകൾ തമ്മിൽ മാപ്പ് ചെയ്യാന്നുള്ളത് പഠിക്കണം. ഇപ്പൊ തൽക്കാലം സർക്കിളുകൾ മാത്രം പഠിച്ചു വെക്കാം. ഹൈ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈൻ സെറ്റിന്റെ മാപ്പിംഗ് ആണ്. ഇപ്പൊ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫംഗ്ഷൻസിന്റെ മാപ്പിംഗ് ആണ്. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മാപ്പിംഗ് ആണ് സൈൻ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് സൈൻ സെറ്റിന്റെ മാപ്പിംഗ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് 2 ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കണം. ഒന്ന് നമുക്ക് ആദ്യം അറിയുന്നതാണ്, sin² x plus cos² x equal to 1 ആയിരിക്കും. അതുപോലെ cos h² x, cos x അല്ല, ഹൈപ്പർബോളിക് സൈൻ, cos h² x മൈനസ് sin h² x is equal to 1. ഈ 2 ഇക്വേഷനും ആദ്യം തന്നെ പഠിച്ചു വെക്കുക, കാരണം ഇതാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈൻ സെറ്റിന്റെ മാപ്പിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. അതിനുശേഷം എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വേണ്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(z) is equal to എന്ത് ഫംഗ്ഷൻ ആണ്? സൈൻ z ആണ്. ഓക്കെ, അപ്പൊ ഏതൊരു ഫംഗ്ഷനും അതിന്റെ മാപ്പിംഗ് ഡിസ്കസ് ചെയ്യാന്ന് മീൻ ചെയ്യുന്നത് ആദ്യം നമ്മൾ അതിന് എന്ത് ചെയ്യും? എക്സ് വൈ ഫോമിലേക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കും, അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കും. ദെൻ അതില് നമ്മള് ഇൻപുട്ട് പ്ലെയിൻ, അതായത് XY പ്ലെയിനിലുള്ള കർവിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അത് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യും. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു മാപ്പിംഗിൽ ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ ഇവിടെ നമുക്ക് സൈൻ സെറ്റിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? z equal to x plus iy. സാധാരണ രീതിയിൽ റിയൽ പാർട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ sin x plus iy that is equal to നമുക്ക് എന്ത് വരും? sin x cos iy sin x cos iy. അപ്പോൾ sin x plus iy നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, മീൻസ് sin a plus b ഫോമില്. സോ sin x cos iy plus cos x sin iy. ഓക്കെ, i നമുക്ക് 2 ഇക്വേഷൻസ് ഓൾറെഡി അറിയുന്നതാണ്. cos iy എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ cos iy എന്ന് പറഞ്ഞാൽ? cos iy is equal to cos hy ആണ്. അതുപോലെ sin iy is equal to I sin hy ആണ്. സോ ആ 2 വാല്യൂസ് ഇവിടെ കൊടുക്കുക. സോ sin x cos hy പ്ലസ് cos x sin iy എന്തായിട്ട് മാറും? I sin hy ആയിട്ട് മാറും. I ഞാൻ ആദ്യം തന്നെ എടുക്കുന്നു. സോ I into cos x sin hy. സോ u is equal to നമുക്ക് എന്ത് കിട്ടും? sin x cos hy
and v is equal to cos x sin hy. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മാപ്പിംഗിൽ ഇനി എന്താണ് സംഭവിക്കാൻ നോക്കാം. ജനറൽ ആയിട്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ ഇമേജ് ഓഫ് x equal to c under f of z is equal to sin z. അതായത് f of z equal to sin z ന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ആ മാപ്പിംഗ് x equal to c എന്ന് പറയുന്ന കർവിന മീൻസ് x equal to c എന്ന് പറയുന്നത് ലൈൻ പാരലൽ ടു y ആക്സിസ് ആണ്. അതിന് f of z എന്ന് പറയുന്ന sin z എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിക്ക് ഇപ്പൊ ഇതാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ സി എന്ന് പറഞ്ഞ വേണമെങ്കിൽ 1 ആവാം, 2 ആവാം, 3 ആവാം, എന്ത് വേണമെങ്കിൽ വാല്യൂസ് വരാം. ഓക്കെ, അല്ലെങ്കിൽ 0.5, 0.6 അങ്ങനെ എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. അപ്പൊ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ മാപ്പിങ്ങിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് ഫൈൻഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് അങ്ങനെ തന്നെ ജസ്റ്റ് അവിടെ എഴുതി വെക്കുക. സോ നമ്മൾ x equal to c എന്ന് പറയുന്ന മാപ്പിംഗ് അല്ലെങ്കിൽ കർവ് സൈൻ സെറ്റ് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി യുവും വിയും അറിയാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന u is equal to sin x cos hy and v is equal to cos x sin hy ഉപയോഗിച്ചിട്ടാണ് എന്റെ മാപ്പിംഗ് നടത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇൻപുട്ട് ചെയ്യുന്ന എന്താ, x equal to z എന്ന് പറയുന്ന ഒരു ലൈൻ ആണ്. ആ x equal to z എന്ന് പറയുന്നത് c പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് y ആക്സിന് പാരലൽ ആയിട്ട് പോസിറ്റീവ് എക്സിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരും, അല്ലെങ്കിൽ തിരിച്ച് c നെഗറ്റീവ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ഇത് x ഇത് y ഇത് x. ഇതാണ് x equal to z എന്ന് പറയുന്ന കർവ്. ദെൻ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്താണ് കിട്ടുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതാണ് നമ്മുടെ w പ്ലെയിൻ, ഇവിടെയാണ് u, ഇവിടെയാണ് v. അപ്പൊ യുവും വിയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന യുവും വിയും തമ്മിലുള്ള റിലേഷൻ തന്നിരിക്കുന്ന x equal to c എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് x equal to c എവിടേക്കാണുള്ളത് അവിടേക്ക് കൊടുക്കുക. അപ്പൊ എന്ത് വരും, u is equal to എന്തായിട്ട് മാറും, sin c cos hy and v is equal to cos c sin hy. Okay, u is equal to sin c cos hy and v is equal to sin c sin hy. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഏതാണോ വേരിയബിൾ നോക്കാം. വേരിയബിൾ കോൺസ്റ്റന്റ് വലിയ പ്രശ്നക്കാരനല്ലോ. കോൺസ്റ്റന്റ് നമുക്കൊരു സൈൻ സി എന്ന് പറഞ്ഞാൽ സി കോൺസ്റ്റന്റ് ആകുമ്പോൾ സൈൻ സി തന്നെയാണ് കോൺസ്റ്റന്റ് ആണ്, അതുപോലെ കോസിയും കോൺസ്റ്റന്റ് ആണ്. അപ്പോ തന്നിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എക്സും വൈയും ആയിട്ട് വരുന്നതാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക, വേരിയബിൾ ആയിട്ട് വിളിക്കുക. ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പൊ ഇവിടെ വൈ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ സൈൻ സെറ്റ് പഠിക്കുന്ന സമയത്ത് രണ്ട് ഇക്വേഷൻ മാത്രമേ ബൈഹാർട്ട് പഠിക്കണ്ടൂ. ഒന്ന് ഓൾറെഡി നമുക്ക് അറിയുന്നതായിരിക്കും. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ, കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. സോ ആ റിസൾട്ട് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് വേണ്ട എന്താ, ഈ പറഞ്ഞിരിക്കുന്ന വൈയുടെ ടേം ഒഴിവാക്കിയിട്ട് യുവും വിയും തമ്മിലുള്ള റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ യുവും വിയും തമ്മിലുള്ള റിലേഷൻ എന്ത് കർവാണോ സൂചിപ്പിക്കുന്നത് അത് നമുക്ക് ഡബ്ല്യു പ്ലെയിനിൽ വരക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ്. അപ്പൊ ഇതിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വൈ ഞങ്ങൾക്ക് ഒഴിവാക്കണം. വൈനെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ കോസ് എച്ച് വൈ ഉണ്ട്, ഇവിടെ സൈൻ എച്ച് വൈ ഉണ്ട്. അവ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താ അത്, കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. ആ റിലേഷൻ എനിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് എനിക്ക് കോസ് എച്ച് വൈയുടെ വാല്യൂവും ഇവിടുന്ന് സൈൻ എച്ച് വൈയുടെ വാല്യൂ എനിക്ക് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കോസ് എച്ച് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ യു ബൈ ഈ സൈൻ സി എന്ത് ചെയ്യാ ഡിനോമിനേറ്ററിലെ കൊണ്ടുവരാം. സോ കോസ് എച്ച് വൈ ഇസ് ഈക്വൽ ടു യു ബൈ സൈൻ സി. ശ്രദ്ധിക്കണം, എക്സ് ഈക്വൽ ടു സി സി നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റാന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അതെന്തുകൊണ്ടാ, സി 0 ആയിക്കഴിഞ്ഞാൽ സൈൻ സി എന്താവും 0 ആവും. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ എന്താവും 0 ആയിട്ട് മാറും, ഡിഫൈൻഡ് അല്ല. സോ ആ കേസും കൂടി ആലോചിക്കുക, സി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാം. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഏതാ ആക്സിസ്, എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ആക്സിസ് ആണ്, നമ്മുടെ വൈ ആക്സിസ് ആണ്. ഇത് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മാപ്പിംഗ് നമുക്ക് വേറെ തന്നെ പഠിക്കാം. ഓക്കെ, സോ നമുക്ക് കിട്ടുക കോസ് എച്ച് വൈ ഈക്വൽ ടു യു ബൈ സൈൻ സി. ആൻഡ് ഇപ്പുറത്ത് നമുക്ക് സൈൻ എച്ച് വൈ കിട്ടും. അതെന്താ കിട്ടുക, സൈൻ എച്ച് വൈ ഈക്വൽ ടു വി ബൈ കോസ് സി എന്ന് വരും. ഓക്കെ, അപ്പൊ കോസ് എച്ച് വൈ ഈക്വൽ ടു യു ബൈ സൈൻ സി ആൻഡ് സൈൻ എച്ച് വൈ ഈക്വൽ ടു വി ബൈ കോസ് സി എന്ന് വരും. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടിനെയും ഒരു ഇക്വേഷൻസ് ആക്കിയിട്ട് എടുക്കുക, ഇക്വേഷൻ 1 and 2. ദെൻ
നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 1 സ്ക്വയർ മൈനസ് ഇക്വേഷൻ 2 സ്ക്വയർ. നമുക്ക് എന്താ കിട്ടാം? റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഒരുപോലെ സ്ക്വയർ ചെയ്യാം, അതുപോലെ ഇപ്പുറത്തെ ഇക്വേഷൻ 2 അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം, ദെൻ 1 ഒന്ന് 2 മൈനസ് ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് എച്ച് സ്ക്വയർ വൈ. ഒരു കാരണവശാലും കോസ് സ്ക്വയർ എച്ച് വൈ എന്ന് എഴുതി വെക്കരുത്. കോസ് എച്ച് എന്ന് പറയുന്നത് ഒരുമിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ ആണ്. കോസ് എച്ച് ഹോൾസ് വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അത് എന്തിനു തുല്യം തന്നെയാണ്? കോസ് എച്ച് വൈ ഹോൾ സ്ക്വയർ തന്നെയാണ് എന്ത്? കോസ് എച്ച് സ്ക്വയർ വൈ. അതുപോലെ സൈൻ എച്ച് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സൈൻ എച്ച് സ്ക്വയർ വൈ തന്നെയാണ്. അത് കൂടി ഓർമ്മിക്കാം. സോ കോസ് എച്ച് സ്ക്വയർ വൈ is equal to യു സ്ക്വയർ ബൈ സൈൻ സി ഹോൾ സ്ക്വയർ. അതുപോലെ എന്ത് വരും? നമുക്ക് ഇക്വേഷൻ 1 സ്ക്വയർ മൈനസ് ഇക്വേഷൻ 2 സ്ക്വയർ ആണ്. അപ്പൊ അതിന് മുന്നേ ആദ്യം ഇക്വേഷൻ 1 സ്ക്വയർ എന്താ സംഭവിക്കാൻ നോക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പുറം എന്താവും? സൈൻ എച്ച് സ്ക്വയർ വൈ is equal to വി സ്ക്വയർ ബൈ കോസ് സി ഹോൾ സ്ക്വയർ ആണല്ലോ. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന കിട്ടുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ജസ്റ്റ് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 എന്നുള്ള ഫോമിലേക്ക് ഒന്നിക്കൽ ഇതിന് നമുക്ക് ഇക്വേഷൻ 3 അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇക്വേഷൻ 3 ഇക്വേഷൻ 4 ആക്കിയിട്ട് എടുക്കാം. സോ ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4 നമുക്ക് എന്താ കിട്ടുക? എന്ത് ചെയ്യാം? റൈറ്റ് സൈഡ് ഒരുപോലെ മൈനസ് ചെയ്യാം, ലെഫ്റ്റ് സൈഡ് അതേപോലെ മൈനസ് ചെയ്യാം. സോ റൈറ്റ് സൈഡിലുള്ളത് കോസ് എച്ച് സ്ക്വയർ വൈ മൈനസ് 4ന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് സൈൻ എച്ച് സ്ക്വയർ വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് വരും? യു സ്ക്വയർ ബൈ സൈൻ സി ഹോൾ സ്ക്വയർ മൈനസ് എന്ത് വരും? മൈനസ് ബി സ്ക്വയർ ബൈ കോസ് സി ഹോൾ സ്ക്വയർ. ഇനി നമുക്കറിയാം കോസ് എച്ച് സ്ക്വയർ വൈ മൈനസ് സൈൻ എച്ച് സ്ക്വയർ വൈയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താ? ആർബിട്രറി ആണ്. എപ്പോ വേണമെങ്കിലും ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാന്നുള്ളതിന്റെ മീനിങ് ആണത് വൈ എന്ന് പറയുന്നത്. വൈ എക്സ് ആയാലും സെഡ് ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. സാധാരണ ഈ സെഡ് ഉപയോഗിക്കാറില്ല, അങ്ങനെ എക്സ് വൈ ഏത് ഫോം വന്നാലും നമുക്ക് ഓക്കെയാണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആവും. സോ 1 is equal to u square by sin square c minus v square by cos square c അല്ലെങ്കിൽ cos c whole square. Then c എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, ഒരു ഫിക്സഡ് വാല്യൂ ആണ്, ഒരൊറ്റ കർവാണ്. സി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കൂല. ഓക്കെ, അപ്പൊ സി ഫിക്സ് ആകുമ്പോൾ സൈൻ സി എന്തായിരിക്കും? ഇപ്പൊ സി 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് സൈൻ സി എന്ത് കിട്ടും? 1/√2 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ കിട്ടും അല്ല. സോ ഈ പറഞ്ഞിരിക്കുന്ന സി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് സൈൻ സീനെ വേണമെങ്കിൽ സം കോൺസ്റ്റന്റ് എ എടുക്കാം ആൻഡ് കോസ് സി ഈസ് ഈക്വൽ ടു സം ബി സിൻസ് സി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഞാനൊന്ന് ഒരു ഓർഡറിലാക്കി തരുന്നു. എന്തുവരും? യു സ്ക്വയർ ബൈ സൈൻ സ്ക്വയറിന് പകരം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എവിടെയും കണ്ടുവരിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ? നമുക്ക് അറിയുന്നതാണ്. ഏതാണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. നമുക്കറിയാം ഔട്ട്പുട്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് പകരം യുവും വൈക്ക് പകരം വിയും വരുന്ന പ്ലെയിൻ ആണ് അല്ലെ. അപ്പൊ അവിടുത്തെ എക്സിന് പകരമുള്ള യുവും വൈക്ക് പകരമുള്ള വിയും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്തായിരിക്കും? ഇതൊരു പരാബോളയല്ല, ഹൈപ്പർബോളയാണ്. എവിടുത്തെ? പരാബോളയല്ല, എലിപ്സ് അല്ല, എന്താണ്? ഹൈപ്പർബോളയാണ്. ഏത് പ്ലെയിനിലെ? ഡബ്ല്യു പ്ലെയിനിലെ ഒരു ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ കോർഡിനേറ്റ്സ് നമുക്ക് സി തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. ഈ രൂപത്തിലുള്ള ഹൈപ്പർബോളയാണ് നമുക്ക് എന്ത് കിട്ടുക? എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ലൈൻ ഇൻപുട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സൈൻ സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഹൈപ്പർബോളയായിരിക്കും നമുക്ക് തരിക. ഓക്കെ, അപ്പൊ ഇതാണ് which represents എന്ത്? a hyperbola. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നതിന്റെ ഇമേജിലാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ഇനി അതേപോലെ നമുക്ക് എന്തും കൂടി വരും? വൈ ഈക്വൽ ടു കെയുടെ ഇമേജ് എന്താണെന്ന് കൂടി നോക്കണം. സോ അതാണ് നമ്മൾ അടുത്തായി ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി ലൈൻ y equal to k for k not equal to 0 under the mapping f of z equal to sin z. ഓക്കെ, അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന ഇത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക, f of z is equal to sin z, then അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടൊക്കെ കണ്ടുപിടിക്കുക. റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും, sin x cos hy plus I into cos x sin hy. ഇതിൽ നമുക്ക് u is equal to എന്ത് കിട്ടും, u is equal to sin x into cos hy and v is equal to cos x into sin hy. ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടും. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് രണ്ടാമത്തെ റിലേഷൻ, അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന y equal to k എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഔട്ട്പുട്ട് കിട്ടാന്ന് അറിയണം. നേരത്തെ x equal to c യുടെ ഇമേജ് കാണാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കിട്ടിയ റിയൽ പാർട്ടിലും ഇമാജിനറി പാർട്ടിലും എന്ത് കൊടുത്തത്, എക്സിന് പകരം സി കൊടുത്തത്. പക്ഷെ ഇവിടെയുള്ള കർവ് ഏതാ, y equal to k ആണ്. അപ്പൊ y equal to k ആവുന്നത് കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ y യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം. സോ എന്ത് വരും, ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടി സോ പുട്ട് y is equal to k in u and v. നമുക്ക് എന്താ കിട്ടുക, നമുക്ക് കിട്ടും u is equal to sin x cos h into k and v is equal to cos x sin h into k. നേരത്തെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു, നേരത്തെ x equal to c വരുന്ന സമയത്ത് അതിലെ വേരിയബിൾ എന്തായിട്ടുണ്ടായത്, x equal to c കോൺസ്റ്റന്റ് ആവുമ്പോൾ വേരിയബിൾ y മാത്രമാണ്. സോ y-യിലുള്ള റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ y നമ്മൾ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ y എന്ന് പറയുന്ന ടേം അല്ല ഉള്ളത്, x ആണുള്ളത്. സോ ഈ x-നെ എലിമിനേറ്റ് ചെയ്തിട്ട് യും വിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഞാൻ ഉണ്ടാക്കണം. ആ റിലേഷൻ ആയിരിക്കും നമ്മുടെ y equal to k എന്ന് പറയുന്ന കർവിന്റെ അല്ലെങ്കിൽ ലൈനിന്റെ ഇമേജ് ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും എന്ത് കണ്ടുപിടിക്കണം, സൈൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, കോസ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, യു ബൈ കോസ് എച്ച് കെ. കുഴപ്പമില്ലല്ലോ, ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ നേരെ ഡിനോമിനേറ്ററിലേക്ക് വരും. അതുപോലെ വി ഇസ് ഈക്വൽ ടു എന്ത് വരും, വി ബൈ സൈൻ എച്ച് കെ. ഓക്കെ, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു u by cos hk, v is equal to sorry v അല്ല, നമുക്ക് എന്താണ് cos x അല്ല, സോറി cos x is equal to v by sin hk എന്ന് കിട്ടി. അപ്പൊ sin x is equal to cos x is equal to then sin square x plus cos square x equal to എന്താണ് 1 ആണ്. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ സപ്പോസ് എത്ര ഇട്ട് 3 4 5 6 എന്ന് വിളിക്കുന്നു. ദെൻ ഞാൻ ചെയ്യുന്നത് ഇക്വേഷൻ 5 സ്ക്വയർ ചെയ്യുന്നു. മൈനസ് ആണോ പ്ലസ് ആണോ, നേരത്തെ ചെയ്തെന്താ, നേരത്തെ കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് സ്ക്വയർ എക്സ് ആണ് നമ്മുടെ കയ്യിലുള്ള റിലേഷൻ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് മൈനസ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഉള്ള എന്താ, സൈൻ എക്സ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് എക്സ് സ്ക്വയർ എക്സ്. എന്തിനാ അത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് ഈ പറഞ്ഞിരിക്കുന്ന എക്സ് എന്ന് പറഞ്ഞ വേരിയബിള് എന്തായിട്ട് പോകും, കമ്പൈൻ ചെയ്തിട്ട് 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കോമ്പിനേഷനിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എടുക്കുന്നത്. സോ ഇക്വേഷൻ 5 സ്ക്വയർ പ്ലസ് ഇക്വേഷൻ 6 സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും, റൈറ്റ് സൈഡ് സൈൻ സ്ക്വയർ എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഇപ്പുറത്തെ ആറില് റൈറ്റ് സോറി LHS ഓഫ് 5 എന്ന് പറഞ്ഞ സൈൻ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് LHS ഓഫ് 6 എന്ന് പറയുന്നത് എന്താ, കോസ് എക്സ് എന്ത് വരും, ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ കോസ് സ്ക്വയർ എക്സ്. രണ്ടും ഒന്ന് തന്നെയാണ്. കോസ് എക്സ് ഹോൾ സ്ക്വയർ തന്നെയാണ് എന്ത്, കോസ് സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇപ്പുറത്തെ ഇക്വേഷൻ 5-ലെ LHS RHS സ്ക്വയർ ചെയ്യുക. സോ യു സ്ക്വയർ ബൈ എന്ത് വരും, കോസ് എച്ച് കെ ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ബൈ സൈൻ എച്ച് കെ ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ കോസ് എച്ച് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോസ് എച്ച് കെ എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം, സം എ ആയിട്ട് എടുക്കാം. അതുപോലെ സൈൻ എച്ച് കെ നമുക്ക് എന്തായിട്ട് എടുക്കാം, സം ബി ആയിട്ട് എടുക്കാം. സിൻസ് റീസൺ പറയണം, സിൻസ് എന്താണ്, കെ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി,
സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. സോ 1 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എന്ത് കിട്ടും, ബി സ്ക്വയർ. ഒന്നുകൂടി അതിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോർമുല കിട്ടാൻ വേണ്ടിട്ട് തിരിച്ചെഴുതുന്നു. സോ യു സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതെന്താ സംഭവം? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ എന്താണ്, 1 ആണെങ്കിൽ അതൊരു എലിപ്സ് ആണെന്ന് നമുക്ക് അറിയുന്നതാണ്. ഏത് പ്ലെയിനില്? എക്സ് വൈ പ്ലെയിനില്. അതിന്റെ നേരെ എക്സ് വൈ പ്ലെയിനിലുള്ള ഇക്വേഷന് ഇമേജ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് പ്ലെയിനിൽ വരുന്ന എക്സ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് യു കോർഡിനേറ്റ്, അതുപോലെ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് വി. സോ ഈ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്, ഒരു എലിപ്സ് ആണ്. പക്ഷെ ഇവിടുത്തെ എലിപ്സ് ആണ് സെഡ് പ്ലെയിനിലുള്ള എലിപ്സ് അല്ല, പകരം എവിടുത്തെയാണ് ഡബ്ല്യു പ്ലെയിനിലുള്ള അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്ലെയിനിലുള്ള ഒരു എലിപ്സ് ആണ് നമുക്ക് കിട്ടുക. വിച്ച് റെപ്രസെന്റ്സ് എന്ത്, an ellipse. ഓക്കെ, ഇനി നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെ ഒന്ന് ഗ്രാഫിക്കലായിട്ട് വരക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ Z പ്ലെയിൻ, ഇതാണ് നമ്മുടെ W പ്ലെയിൻ. അപ്പൊ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇവിടെ y ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ് കെ പോസിറ്റീവ് ആണെങ്കിൽ, കെ നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, താഴെ വേണമെങ്കിൽ വരക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇത് ഇൻപുട്ട് ആണ്. ഇതെന്താണ്? അപ്പൊ കിട്ടുന്ന ഔട്ട്പുട്ട് y ഈക്വൽ ടു കെ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ, കെ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എലിപ്സ് ആണ്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതൊരു എലിപ്സ് ആയിട്ട് സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം ഒരു എലിപ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ വരക്കാം. ഓക്കെ, ഈ രീതിയിൽ എലിപ്സ്. അപ്പൊ എലിപ്സിന്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും എന്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ ക്വസ്റ്റ്യൻ പാർട്ട് ഉണ്ടാവണം. കെയ്ക്കൽ 1, കെയ്ക്കൽ 2 എന്നൊക്കെ ഫിക്സഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ പറഞ്ഞിരിക്കുന്ന കോസ് എച്ച് കെയുടെ വാല്യൂ 2 കൊടുത്താൽ കോസ് H2 എത്രയാണ് കിട്ടും, അതുപോലെ സൈൻ H2 എത്രയാണ് കിട്ടും. അതിന് ഏതാണ് വലുതെന്ന് വെച്ചാൽ അത് മേജർ ആക്സിസ്, ചെറുതെന്ന് വെച്ചാൽ അത് മൈനർ ആക്സിസ്. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കലായിട്ട് വരക്കാം. ജസ്റ്റ് ഇപ്പൊ വരക്കാനും നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, പക്ഷെ എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കേസ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മുടെ മാപ്പിംഗ്. y ഈക്വൽ ടു k സൈൻ സെഡ് ഒരു എലിപ്സിലേക്ക് പോകുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈൻ സെഡ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന കർവിനെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഹൈപ്പർബോളയിലേക്ക്. അതുപോലെ y ഈക്വൽ ടു k എന്ന് പറയുന്ന ലൈനിനെ മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, അതൊരു ഒരു എലിപ്സ് ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കാം. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി പഠിക്കാൻ പോവാണ്. അതായത് എക്സ് ഈക്വൽ ടു 0 ആകുന്ന കേസും y ഈക്വൽ ടു 0 ആകുമ്പോഴും സംഭവിക്കുന്ന വ്യത്യാസം എന്താണെന്നും കൂടി ജസ്റ്റ് നമുക്കൊന്ന് പറയാം. അതും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാലോ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തത് ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി ലൈൻ, ഇമേജ് ഓഫ് ദി, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇമേജ് ഓഫ് ദി എക്സ് ആക്സിസ്, ഇമേജ് ഓഫ് എക്സ് ആക്സിസ് അണ്ടർ ദി മാപ്പിംഗ് f of z equal to sin z. അപ്പോ എപ്പോഴും ഓർമ്മിക്കുക, എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്, എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയെങ്കിലും y വാല്യൂ ഉണ്ടാവും. y എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ്, y ഈക്വൽ ടു 0 ആണ്. അതുപോലെ y ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ ഇക്വേഷൻ എന്താണ്, x ഈക്വൽ ടു 0 ആണ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി പണ്ടേ അറിയുന്നതാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. സോ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അവിടെ എന്തായിരിക്കും മീനിങ് എന്താണ്, y ഈക്വൽ ടു 0 ആണ്. സോ നമ്മുടെ മാപ്പിംഗിൽ സംഭവിക്കുന്നത് എന്താ നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. f of z equal to sin z സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, u is equal to, അതിനുശേഷമുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എപ്പോഴും മാപ്പിംഗിന്റെ ഇമേജ് കാണാൻ പറഞ്ഞാൽ ആ റിയൽ പാർട്ടി ഇമാജിനറി പാർട്ടി കണ്ടുപിടിക്കുന്നത് അങ്ങനെ തന്നെ എഴുതി വെക്കണം. സോ നമുക്ക് കിട്ടാം u is equal to sin x cos hy ഉം b is equal to cos x sin hy. നമ്മൾ നേരത്തെ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസ്, അല്ലെങ്കിൽ y നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസും എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിലുള്ള ഇമേജസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ y 0 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. y 0 ആവുമ്പം ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ നമ്മള് കോസ് hy എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, ഇ പവർ എക്സ് പ്ലസ് ഇ പവർ
മൈനസ് എക്സ് ബൈ 2 ആണ്. അതുപോലെ സൈൻ എച്ച് വൈ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇ പവർ എക്സ് മൈനസ് ഇ പവർ മൈനസ് എക്സ് ബൈ 2 ആണ്. സോ y 0 ആവുമ്പോ, അല്ലെങ്കിൽ ഇവിടെ സോറി എക്സിന്റെ ഫോമിലല്ല, ഇത് വൈയുടെ ഫോമിലാണ് വേണ്ടത്. അപ്പൊ രണ്ട് സൈഡ് എന്താവും? വൈയുടെ ഫോമിലേക്ക് മാറും. മൈനസ് വൈ അപ്പോ നമുക്കറിയാം ഈ പറഞ്ഞ u is equal to sin x cos h y, v is equal to cos x sin h y. ഇതില് y equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ അറിയണ്ടേ? അതിന് മുന്നേ നമുക്ക് sin h y യും cos h y എന്താണെന്ന് അറിയാം. എന്താണ് cos h y എന്ന് പറഞ്ഞാൽ e power y പ്ലസ് e power minus y by 2, sin h y എന്ന് പറഞ്ഞാൽ e power y മൈനസ് e power minus y by 2. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന y equal to 0 in u and v എന്താ സംഭവിക്കുക? u അവിടെ നിൽക്കട്ടെ, വിക്ക് എന്താ സംഭവിക്കുക? വിക്ക് സംഭവിക്കുന്നത് കോസ് എക്സ് സൈൻ വൈ ഉള്ളിടത്ത് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. സൈൻ എച്ച് ഇൻറ്റു 0. സോ സൈൻ എച്ച് ഇൻറ്റു 0 എത്ര വരിക? ഇ പവർ 0 മൈനസ് ഇ പവർ മൈനസ് 0 ബൈ 2. ഇ പവർ 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഇ പവർ മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0 അല്ല, സോറി ഇ പവർ നെഗറ്റീവ് 0 എന്ന് പറഞ്ഞാൽ ഇ പവർ 0 കിട്ടില്ല തന്നെയാണ്. സോ ഇ പവർ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 മൈനസ് 1 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോ സൈൻ എച്ച് 0 ഉണ്ടാവും, 0 ആണ്. അപ്പൊ ഈ വാല്യൂ 0 ആകുമ്പോൾ ഈ കംപ്ലീറ്റ് മൾട്ടിപ്പിൾ വാല്യൂ ഉണ്ടാവും 0 ആവും. നമുക്കറിയാം y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്തിലേക്ക് കിട്ടി? v ഈക്വൽ ടു 0. v ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ v എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? w പ്ലെയിനിലെ y ആക്സിസിന് പകരമുള്ള സംഭവം അല്ലേ? അല്ലെ? അപ്പൊ w പ്ലെയിൻ ഇതാണ് u, ഇതാണ് v എങ്കിൽ നമ്മുടെ v ഈക്വൽ ടു 0 റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ആക്സിസ് ആണ്? v ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ v ആക്സിസ് ആണോ u ആക്സിസ് ആണ്? v ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മള് ഏത് ആക്സിസ് ആണ്? v ആക്സിസ് എവിടെ? w പ്ലെയിനിലെ y ആക്സിസിന് പകരമുള്ള ആക്സിസ് ആണ് v ആക്സിസ്. അവിടെ y 0 ആവാന്ന് പറഞ്ഞാൽ ഏത് ആക്സിസ് ആണ് വരിക? തിരിച്ചിട്ടില്ല, നമ്മൾ നേരത്തെ എക്സ് ആക്സിസ് y 0 എടുത്തത് മാതിരി y ആക്സിസ് എന്താണ്? x 0 ആണ്. അതുപോലെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? v ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ v ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ w പ്ലെയിനിൽ എന്താ റെപ്രസെന്റ് ചെയ്യാം? y ഈക്വൽ ടു 0 ആയാൽ ഏതാണ്? എക്സ് ആക്സിസ് ഇൻ z പ്ലെയിൻ ആണ്. അപ്പോ yക്ക് കറസ്പോണ്ടിങ് ആയിട്ട് w പ്ലെയിനിൽ വരുന്നതാണത് v. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന vക്ക് പകരം നമുക്ക് എന്ത് വരും? v എന്ന് പറഞ്ഞാൽ എന്താ? v 0 ആവുമ്പോൾ അത് ഏത് ആക്സിസ് ആണ്? u ആക്സിസ് ആണ്. സോ നമ്മുടെ മാപ്പിംഗ് എങ്ങനെയാ വരിക? ഇവിടെ y ഈക്വൽ ടു 0, അതായത് എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാല് ഈ പറഞ്ഞിരിക്കുന്ന z പ്ലെയിനിലുള്ള എക്സ് ആക്സിസിന് നമ്മുടെ ഫംഗ്ഷൻ എങ്ങോട്ടൊക്കെ മാപ്പ് ചെയ്യുന്നത്? ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് w പ്ലെയിനിലെ u ആക്സിസ് ആണ്. സോ അത് മനസ്സിലാക്കാം, u ആക്സിസ്. അപ്പൊ സ്വാഭാവിക ഡൗട്ട് വരും, ഇവിടെ എന്താ സംഭവിക്കുക? സൈൻ എക്സ് കോസ് എച്ച് 0 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വരിക? 0 കൊടുത്താൽ ഇ പവർ 0 1, ഇ പവർ മൈനസ് 0 1, സോ 2 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അതായത് നമുക്ക് കിട്ടുക സൈൻ എക്സ് ആണ്. അപ്പൊ ഇവിടെ എക്സ് വേരി ചെയ്യുന്നതിനടുത്തായിട്ട് എന്താവും? വൈയുടെ വേരിയേഷൻ ഇങ്ങനെ വന്നോണ്ടിരിക്കും. നോക്കുക, ഇവിടെ y മാത്രമാണ് ഇൻപുട്ടിൽ 0 വന്നത് അല്ല, എക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ എക്സ് മാറിക്കൊണ്ടിരിക്കുന്ന എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? u വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. എക്സ് 1 ആകുമ്പോൾ സൈൻ 1. അപ്പൊ ഇവിടെ സൈൻ 1 മാർക്ക് ചെയ്തു, സൈൻ 2. അതിനിടയ്ക്കെല്ലാം എന്താ വാല്യൂസ് ഉണ്ട്. ഇങ്ങനെ വാല്യൂസ് മാർക്ക് ചെയ്ത് ലാസ്റ്റ് എന്താവും? കംപ്ലീറ്റ് u ആക്സിസിലേക്ക് എത്തും. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ 0 ആവുന്ന ആക്സിസ് 0 ആവുന്ന വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊന്നും ബോധർ ചെയ്യണ്ട, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അതങ്ങ് വരച്ചേക്കാം. മറ്റേത് ഓട്ടോമാറ്റിക്കലി എക്സ് മാറുന്നതിനനുസരിച്ച് u മാറുന്നത് കൊണ്ട് ഇനി അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എക്സ് മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് യുക്ക് ഒരു വാല്യൂ കിട്ടും. അപ്പൊ എക്സ് റിയൽ ആക്സിസ് കംപ്ലീറ്റ് പോകുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന യു കംപ്ലീറ്റ് ആയിട്ട് വാല്യൂസ് സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. സോ യു ആക്സിസിലേക്ക് വരും. ഇനി ഇതേ സാധനം നമ്മുടെ y ആക്സിസ് ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കാന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെയാണ് തിരിച്ചിട്ട് വരും. എന്താണ്? u0 v ഈക്വൽ ടു എന്ത് വരും? കോസ് എക്സ് എന്നുള്ള രൂപത്തിലേക്ക് വരും. ചെയ്ത് നോക്കാം. സോറി, v ഈക്വൽ ടു നമുക്ക് കിട്ടുക എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് സൈൻ എച്ച് വൈ എന്നുള്ള ഫോമിലാണ് v കിട്ടുക. u ഈക്വൽ ടു എന്ത് വരും? 0 എന്നും കിട്ടും. ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ തൽക്കാലം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, സിമ്പിൾ ആണ്, ഇതേപോലെ തന്നെയാണ്. അപ്പൊ സയൻസ് നിന്ന് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
പ്രോബ്ലംസ് ആണ്. ഒന്ന് എക്സ് ഈക്വൽ ടു കെ, ഈ പറഞ്ഞ സോറി എക്സ് ഈക്വൽ ടു സി, ഈ സി എന്ന് പറയുന്നത് 1, 2, 3 ഒക്കെ ആയാലും എല്ലാം ഞാൻ ചെയ്ത സി എന്ന് പറയുന്ന ജനറൽ കൺസെപ്റ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ y ഈക്വൽ ടു കെ, ഇപ്പൊ രണ്ട് കേസിലും രണ്ടും എന്താകാൻ പാടില്ല, 0 ആവാൻ പാടില്ല. 0 ആവുന്ന കേസിൽ ഒന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു എക്സ് ആക്സിസ് അഥവാ y 0 ആവുന്ന കേസ്. ഇനി അതുപോലെ നമുക്ക് y ആക്സിസ് x 0 ആവുന്ന കേസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ സ്വന്തമായിട്ടും ട്രൈ ചെയ്യുക. ഇതേപോലെ ചിത്രമൊക്കെ വരച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി കിട്ടി. ഡിസ്കസ് ദ മാപ്പിംഗ് സൈൻ സെറ്റ്, അല്ലെങ്കിൽ ഡിസ്കസ് ദ കൺഫോം മാപ്പിംഗ് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സൈൻ സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കർവ് സെറ്റ്, അതായത് എക്സ് ഈക്വൽ ടു സിയും വൈ ഈക്വൽ ടു കെയും ജനറൽ ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിന്റെ മാപ്പിംഗ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ 5 പ്രോബ്ലം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 5 പ്രോബ്ലം ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു സി, വൈ ഈക്വൽ ടു കെ, എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. ഇതൊക്കെ കൂടാതെ ജനറൽ ആയിട്ട് ഡിസ്കസ് ദ മാപ്പിംഗ് സൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു കെയും വൈ ഈക്വൽ ടു സിയും എന്താണ്, എങ്ങോട്ടാണ് സൈൻ സെറ്റ് മാപ്പ് ചെയ്യാന്നുള്ളത്, അതിനെപ്പറ്റി ഒരു ജനറൽ ആയിട്ട് ആ തിയറി അവിടെ എഴുതി വെക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ.